Welcome back to my YouTube channel Life by Reshma. It's me, Dr. Reshma. I'm a veterinary professional in UAE. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസം എനിക്ക് എത്ര രൂപ ചെലവാകും, എത്ര രൂപയാണ് ഞാൻ ഗ്രോസറിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്, ഒരു മാസത്തെ വാടക എങ്ങനെയാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ഒക്കെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. സോ ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന ദുബായിലോട്ട് വരുന്ന കപ്പിൾസിനാണെങ്കിലും സിംഗിളായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും കുറച്ചും കൂടി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കറൻ്റ്ലി JVTയിലാണ് താമസിക്കുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾക്ക് ഫുള്ളി സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഈ റീസെൻ്റ്ലി ഈ വാർ നടന്ന സമയത്ത് റെൻ്റൊക്കെ കുറഞ്ഞ ഒരു അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ആദ്യമേ ഒരു കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ എങ്ങനെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഞാൻ അൽനാദ, ഷാർജ ആ ഭാഗത്തൊക്കെ, ആ ഒരു അൽനാദ ദുബായ് ഭാഗത്തൊക്കെ ഒത്തിരി 1 BHK അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുന്നുണ്ടായിരുന്നു. കിസൈസ് ഏരിയയിൽ 1 BHK അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുന്നുണ്ടായിരുന്നു, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുന്നുണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ സിറ്റി അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താരതമ്യേന നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സിന് റെൻറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതി എത്തിയപ്പോൾ, കാരണം ഞാൻ മുന്നേ കരാമയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ ഏകദേശം ഒരു 1200ഓളം ദിറംസ് എനിക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. സോ ആ ഒരു കാരണം കൊണ്ട് ഏകദേശം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ JVT കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് JVT നോക്കാമെന്ന് ഒരു തീരുമാനം എടുത്തത്. വാറിൻ്റെ ഒരു സമയമായപ്പോൾ ഏകദേശം എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഒരു റെൻറ്റ് കുറയുന്നതായിട്ട് കണ്ടപ്പോൾ ഇവിടെയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1-2 അപ്പാർട്ട്മെൻറ്റ്സ് നോക്കി. അത് നിന്നിട്ട് എല്ലാം നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഇവിടുന്ന് 20 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതൊക്കെ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മാസം എനിക്ക് വരുന്ന ചിലവ്, ഇവിടെ ജുമേറ പോലുള്ള ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു മാസത്തെ ചിലവ്, ഞാൻ എവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പറഞ്ഞു ഇനി ഇവിടെ ഗ്രോസറി സ്റ്റോർസ് കുറവാണ്. ഇവിടുത്തെ ഗ്രോസറി സ്റ്റോർസും നമ്മുടെ കരാമയിലെ അല്ലായെങ്കിൽ ബുർജുമാൻ ആ ഭാഗത്തുള്ള ഗ്രോസറി സ്റ്റോർസും അവിടെയുള്ള വിലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ പ്രൈസിയാണ്. അപ്പം നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഓൺലൈൻ സ്റ്റോർസിനെയാണ്. നൂൺ പോലുള്ള സ്റ്റോർ, തലബാത്ത്, ലുലു മിനിറ്റ്സ് അങ്ങനെയുള്ള ആപ്പുകളെയാണ് നമ്മൾ ഓൺലൈൻ ഗ്രോസറി സ്റ്റോർസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം ആഴ്ചയിൽ ഞാൻ കരാമയിൽ പോയി ഗ്രോസറീസ് മേടിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുമുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓൺലൈൻ മേടിക്കുന്നതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ റിസർച്ച് തുടങ്ങി, ഇവിടെ എങ്ങനെ നമുക്ക് മിനിമലായിട്ട് നമ്മൾ എങ്ങനെയാണോ കരാമയിൽ നിന്നപ്പോൾ ഗ്രോസറീസ് വളരെ ചീപ്പായിട്ട് മേടിച്ചത് അതെങ്ങനെ ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു പോയിന്റിലോട്ട് ഞാൻ അത് റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ലുലു മിനിറ്റ്സ്, നൂൺ ആപ്പ്, തലബാത്ത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു ഇതുണ്ട്. കരാമയായിരുന്ന സമയത്ത് നമ്മൾ നെസ്റ്റോ, ലുലു പോലുള്ള സ്റ്റോറുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. സെയിം റേറ്റ് തന്നെ ഞാൻ ഇവിടെയും വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പം JVTയിൽ കൊടുക്കുന്ന റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38,000 ദിറംസ് ആണ്. ഇയർലി ആയിട്ടാണ് നമ്മൾ 4 ചെക്കായിട്ടാണ് അടയ്ക്കേണ്ടത്. അപ്പം ഓരോ മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 3125 ദിറംസ് ആണ് ഒരു കാൽക്കുലേഷനിൽ നമ്മൾ വരുന്നത്. അല്ലാതെ വരുന്ന ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസറീസ്, ദേവ, ചില്ലറ. എനിക്ക് ചില്ലറ ഫ്രീ അല്ല. ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവരും ചോദിക്കും ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ് ലൈക്ക് നോർമലി 55,000 അല്ലെങ്കിൽ 60,000 വരുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഇത്രയും ചീപ്പായിട്ട് എങ്ങനെ കിട്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അറിഞ്ഞൂടെ എനിക്ക് ലക്കാണോ, ഓർ സിറ്റുവേഷൻ പലർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടി എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഐ ഡോണ്ട് നോ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത്. ബട്ട് എന്നിരുന്നാലും ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെന്റ് അല്ലാതെ തന്നെ നമുക്ക് ചില്ലർ, പിന്നെ ഗ്രോസറീസ്, പിന്നെ നമ്മുടെ ദേവ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയാണ്, ആൻഡ് വൈഫൈ കണക്ഷൻ അങ്ങനെയുള്ള, പിന്നെ പുറത്ത് പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ചാർജസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, പക്ഷേ ഞാൻ വളരെ പിശുക്കിയായിട്ടാണ് ഈ ഒരു
മാസങ്ങളിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ബഡ്ജറ്റ് ഞാൻ മാസത്തിൽ ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്യും. അതിനനുസരിച്ച് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഓവറായിട്ട് എക്സ്പെൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം ഞാൻ ശ്രമിക്കും. എൻ്റെ ഭാഗത്തുനിന്നും അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നും അതെ. ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഒരു കൺസേൺ ആയിട്ട് വന്നിട്ടുള്ളത്. സിൻസ് വി ഡോണ്ട് ഹാവ് എനി കാർ, ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷനെ ആശ്രയിക്കുന്നത് ഇപ്പോഴും ടാക്സി, ബസ്സസ് ആണ്. അപ്പം ഇത് കൂടുതൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുറത്തു പോകേണ്ട ഒരു സംഗതി വരുന്നില്ല. വീട്ടിൽ തന്നെയാണ് എപ്പോഴും, വല്ലപ്പോഴുമാണ്. കാരണം കരാമയായിരുന്ന സമയത്ത് എപ്പോഴും പുറത്തു പോകുമായിരുന്നു. എപ്പോഴും എല്ലാ സ്ഥലങ്ങളും കാണാനും ഷോപ്പിംഗ് വേണ്ടിയിട്ടും എല്ലായിടത്തും എപ്പോഴും എല്ലാ ദിവസവും ഇറങ്ങുമായിരുന്നു. കാരണം അങ്ങനെയാണ് കരാമ. കരാമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈബാണ് തരുന്നത് ആക്ച്വലി. സോ ഇവിടെ എനിക്ക് ഈ ഒരു റെന്റ് നമ്മൾ 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ അടയ്ക്കുന്നത്. അതല്ലാതെ ദേവ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. അതെനിക്ക് മാക്സിമം ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് ഒരു 250 to 300 ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, എനിക്ക് ക്യാറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും AC ഓണാക്കി തന്നെ ഇടും. കാരണം നമുക്കിപ്പം വീട്ടില് പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ചൂട് സമയമാണ്, നമുക്ക് ഒരിക്കലും AC ഓഫാക്കി ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ബാൽക്കണിയും കൂടെ ആയതുകൊണ്ട് വെയിൽ നല്ല അടിപൊളിയായിട്ട് അകത്തോട്ട് അടിക്കും. ഒരു പുഴുക്ക് ഫീലിംഗ് ആണ്, നമുക്കൊരു ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഒരു പുഴുക്ക് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. നമുക്ക് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ പോലും നമ്മൾ AC ഓഫാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുഴുക്ക് ഫീലിംഗ് ഉണ്ടാവും. വെയിൽ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും AC ഓട്ടോ 24 ഓട്ടോയിൽ എപ്പോഴും ഇട്ടിട്ട് പോകും. അപ്പം വീട്ടിൽ ക്യാറ്റ് ഉണ്ട്, അപ്പം അവന് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ആ ഒരു ഇത് കൊണ്ട് ഒരു 250 to 300 ആണ് സമ്മർ സീസണിലാവുന്നത്. വിന്റർ സീസൺ ആകുമ്പം കുറച്ചും കൂടെ കുറയും. ഇലക്ട്രിസിറ്റി ചാർജസ് സെപ്പറേറ്റ് ആണ് വരുന്നത്. മന്ത്ലി നമ്മൾ എത്രത്തോളം AC ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് മാറും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 200 to 300 റേഞ്ചിലാണ് എനിക്ക് വരാറുള്ളത്. പിന്നെ ഉള്ളത് ഗ്രോസറീസ് ഏകദേശം 700 to 1000 ദിറംസ് ആണ് വരാറുള്ളത്. കമ്പയറിംഗ് ടു കരാമയിൽ കുറച്ചും കൂടി ഒരു 200 ദിറംസ് കുറവായിരുന്നു. ഇവിടെ ഒരു 200 ദിറംസ് കൂടുതലായിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ ഓൺലൈൻ ഷോപ്സിനെയാണ് ആശ്രയിക്കുന്നത്. മുന്നേ ഇവിടെ വന്ന ആദ്യത്തെ മാസങ്ങളിൽ ഞാൻ മാക്സിമം ഓരോ ആഴ്ച കൂടുമ്പോൾ ഓരോ ആഴ്ചത്തെ ഗ്രോസറീസ് പോയി മേടിക്കുമായിരുന്നു. കരാമ പോയി മേടിച്ച് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഒരാഴ്ചത്തേക്കുള്ള സംഗതികളെല്ലാം സ്റ്റോർ ചെയ്ത് അങ്ങനെയായിരുന്നു. എക്സ്ട്രാ ടാക്സിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടും ടാക്സിക്ക് എക്സ്ട്രാ ചിലവാകുന്ന എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവിടുത്തെ ഓൺലൈൻ ഷോപ്പുകൾ, ഇവിടുത്തെ ഓൺലൈൻ ആപ്സ് എങ്ങനെയാണ് നൂൺ ആപ്പ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കരീം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് തലബാത്ത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലുലു മിനിറ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മീന്, ചിക്കൻ അതൊക്കെ കഴിക്കും. അപ്പോൾ ഈ മീനും ചിക്കനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഫ്രഷ് ആയിട്ട്, എനിക്കൊരു സ്വഭാവമുണ്ട്, ഫ്രഷ് ആയിട്ട് സാധനം മേടിക്കണം. നോക്കി മീന്, ചിക്കൻ എല്ലാം നോക്കി തന്നെ മേടിക്കണമെന്നുള്ളത്. ഫിഷ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് സെലക്ട് ചെയ്ത് തന്നെ മേടിക്കുക, നമ്മളായിട്ട് തന്നെ എടുത്ത് മേടിക്കുക എന്നുള്ളൊരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ്. സോ എനിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം ഈ ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പോയി തന്നെ മേടിക്കും. അതെനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയത്തില്ല, ലൈക്ക് എൻ്റെ മനസ്സിൽ ഈവൻ ദോ അവര് വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് തരുന്നതെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ സെലക്ട് ചെയ്ത് തന്നെ മേടിക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. പിന്നെ പാല്, പിന്നെ മ്യൂസ്ലി, കെലോക്സ്, മറ്റേ നമ്മുടെ കോൺഫ്ലെക്സ്, ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനങ്ങൾ, ബ്രെഡ്, ബട്ടർ, ഇതൊക്കെ മാക്സിമം ഞാൻ ഓൺലൈൻ വഴി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അല്ല ഇനി വല്ലപ്പോഴും ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ കരാമ ഭാഗത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ബുർജുമാൻ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ നിന്ന് ഗ്രോസറീസ് നോക്കി മേടിക്കലാണ് പതിവ്. പിന്നെ ഫിഷും ചിക്കനും മാത്രം ഒരു 2 ആഴ്ചത്തേക്കുള്ള ഫിഷും ചിക്കനും ഞാൻ മേടിച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയടുത്തൊക്കെ ചോദിക്കും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, ആ വക സാധനങ്ങൾ, നമ്മുടെ സ്പൈസസ്, അതൊക്കെ നാട്ടില് വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് ഒരു 6 മാസത്തേക്കുള്ള സാധനം കേടാകാണ്ട് റോസ്റ്റഡ് ആയിട്ടുള്ള സ്പൈസസ് എല്ലാം പൊടിച്ച്, നമ്മുടെ ഗരം മസാല, എല്ലാ കാര്യങ്ങളും. ആരെങ്കിലും ഒരാൾ 6 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകും. അപ്പം എല്ലാ കാര്യങ്ങളും
അവിടെ നിന്ന് തന്നെ മേടിച്ച് സ്റ്റോർ ചെയ്ത്. അപ്പം ഈ പൊടികളൊക്കെ മേടിക്കുന്നതിന്റെ ഒരു ആവശ്യവും എനിക്ക് ഇവിടെ നിന്ന് വന്നിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ മാറി മാറി നാട്ടിൽ പോകും. ഇതാകുമ്പോൾ സ്പൈസസിന്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഇല്ല. സാധാരണ നമുക്ക് മുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ആ വക കാര്യങ്ങൾക്കാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ഇതുള്ളത്. പച്ചക്കറിയേക്കാളും പച്ചക്കറിയും നമ്മുടെ ഫിഷും ചിക്കനും ഒക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അതിൽ ആഡ് ചെയ്യുന്ന സ്പൈസസ്. സോ എനിക്കറിയത്തില്ല, ഉള്ളിൽ എന്റെ തോന്നലാണോ ഉള്ളത് കൊള്ളാവുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അവർ അയക്കുന്നതും ലുലുവിലും നെസ്റ്റോയിലൊക്കെ ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും അങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലൊരാളാണ്. ഇവിടുന്ന് കുറെ സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒത്തിരി സാധനങ്ങളായിരിക്കും. എനിവേ ഞാൻ സെപ്റ്റംബറിൽ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഒത്തിരി അധികം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒത്തിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ 1 മാസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരും. അപ്പോ അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യം പോകുന്നത്. ഞാൻ ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആശ്രയിക്കുന്നത് ഓൺലൈൻ ആപ്സിനെയാണ്. ഇപ്പോൾ താരതമ്യേന ഞാൻ പുറത്തു പോയി സാധനം മേടിച്ച് കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടും പൈസ സേവ് ചെയ്തെന്നുള്ള രീതിയിലും പിന്നെ കൂടുതൽ സാധനങ്ങളും നമുക്ക് കിട്ടും. ഒരു 44 മിനിറ്റ് ഉണ്ട് കരാമയിലോട്ട്. അപ്പം അവിടെ നിന്ന് 4 ബാഗുമായിട്ട് നമുക്ക് മെട്രോ കയറി വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും ടാക്സിയാണ് ആശ്രയിക്കുന്നത്. ടാക്സിക്ക് ഏകദേശം 90 ദിറംസ് തൊട്ട് 100 ദിറംസ് പോകും. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പൊട്ടത്തരമാണ് കാണിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ മനസ്സിലാക്കി എടുത്തപ്പോഴാണ് നമ്മൾ എന്തായാലും ഇവിടെ ജീവിക്കുന്നവരും ഉണ്ടല്ലോ, ഇവിടെ ജീവിക്കുന്ന മലയാളികളും ഉണ്ട്, ഇവിടെ ജീവിക്കുന്ന യൂറോപ്യൻസും ഉണ്ട്, ഇവിടെ ജീവിക്കുന്ന മറ്റ് ദേശക്കാരും ഉണ്ട്. അപ്പം അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെവിടെ നിന്നാണ് ഗ്രോസറി മേടിക്കുന്നത് എന്നുള്ള ഒരു റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് ഏകദേശം മനസ്സിലായത് എല്ലാവരും ഓൺലൈനാണ്. ഓൺലൈനും ചീപ്പറാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷന്റെ ലാഭം മതി ഇവിടെ താമസിക്കുമ്പം ഉപയോഗിക്കാനായിട്ട്. സോ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷന് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഈ ഒരു ഏരിയയിലുണ്ട്. ബട്ട് ഞാനത് കണക്കാക്കുന്നില്ല. കാരണം കരാമയായിരുന്ന സമയത്ത് ദിവസവും പുറത്തു പോകുമായിരുന്നു. കരാമ ഒരു വൈബ് തന്നെയാണ്. നമുക്ക് എല്ലാ ദിവസവും പുറത്തു പോവാം, ചായ കുടിക്കാം, നമ്മൾ വീട്ടിലിരിക്കാൻ വേണ്ടി നമുക്ക് തോന്നത്തില്ല. ലൈക്ക് ഈവൻ നമുക്ക് സമ്മർ ആണെങ്കിൽ പോലും നമുക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ടൊരു ഇതായിരിക്കും. ആളുകൾ ഒത്തിരി ഉണ്ട്, ചുറ്റും നോക്കുമ്പോൾ മലയാളികളുടെ കടകള്. സോ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. അത് ഈ ജുമേറ ഏരിയയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കുറച്ചും കൂടെ യൂറോപ്യൻ അമേരിക്കൻ വൈബാണ്. അപ്പം നമുക്ക് കുറച്ചൊരു 1-2 മാസം നമുക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ 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 നമുക്കൊരു ലോൺലിനെസ്, ചടപ്പ് ഫീൽ ചെയ്യും. ഉള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ പുറത്തു പോകും, ഒന്ന് കരാമ ചുറ്റി വരും, അല്ലെങ്കിൽ ബുർജുമാൻ ആ ഒരു ഏരിയയിലൊക്കെ പോയി ഒന്ന് കറങ്ങി 4 ആളുകളെയൊക്കെ കണ്ടിട്ട്, അതാണ് എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നത് നിങ്ങൾ. സോ ഇതൊക്കെയാണ്. അപ്പം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കൺസേൺ, ഇവിടെ ബസ്സസ് ഇല്ല, ഇവിടെ ടാക്സിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളൊരു സത്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കാറില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത ചെലവ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾ എത്രത്തോളം എക്സ്പെൻസ് ചെലവാക്കുന്നു, എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരിക്കും ഒരു മാസത്തെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ വളരെ ചുരുക്കി ചെലവാക്കുകയാണെങ്കിൽ ചുരുക്കി ചെലവാക്കണമെന്നല്ല പറയുന്നത്. മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഗ്രോസറീസ് നമുക്ക് ഒരു മിനിമം 500 to 700 ചുരുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഞാനും മാക്സിമം വീട്ടിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. റീസെന്റ് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം, കാരണം എന്തായാലും നമ്മൾ ഗ്രോസറിക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അപ്പൊ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ നമുക്കിപ്പോ ഇന്നൊരു ദിവസം ചിക്കൻ സ്റ്റൂ ആണ് ഇഷ്ടം, ബ്രെഡും ചിക്കൻ സ്റ്റൂവും കഴിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ലെറ്റ് ഇറ്റ് ട്രൈ. ലൈക്ക് നമുക്ക് സാധനങ്ങൾ നമുക്ക് മേടിക്കാം, കയ്യെത്തും ദൂരത്ത് തന്നെ സാധനങ്ങളുണ്ട്. ഓൺലൈൻ പർച്ചേസ് ചെയ്യുക, സാധനം മേടിക്കുക, ഉണ്ടാക്കുക. ചിക്കൻ കറിയാണ് വേണം, ബീഫ് കറിയാണ് വേണ്ടത്, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ചില്ലി ചിക്കൻ ആണ് വേണ്ടത് എന്നാൽ നമുക്ക് തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പൊ ആ ഒരു സംഗതി വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പം ഒത്തിരി കാര്യങ്ങൾ ചെലവ് കുറയും. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത്
ആഴ്ചയിൽ 1-2 തവണ പുറത്ത് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ബട്ട് ഹെൽത്തി ആയിട്ട് പോകണമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാനും ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്യുന്നു. ആൻഡ് ചെലവ് ചുരുക്കൽ ഭാഗമായിട്ട് ഹെൽത്തി ആയിട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എനിക്ക് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ മാസം റെന്റ് അല്ലാണ്ട് ഈ 3 മാസം കൂടുമ്പോഴാണ് റെന്റ് അടയ്ക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതല്ലാണ്ട് എനിക്ക് ഗ്രോസറീസ് ഒരു 700 to 1000 ദിറംസ് വരാറുണ്ട്. കാരണം ഞാൻ മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നത് കൊണ്ട്, പുറത്തുനിന്ന് അധികം കഴിക്കാത്തത് കൊണ്ടും എനിക്ക് ആ ഒരു ഏകദേശം 700 to 1000 ദിറംസ് ആണ് വരുന്നത്. പിന്നെ ചില്ലർ ഫീ വരുന്ന 250 to 300, 200 to 300 ആ ഒരു റേഞ്ച് വരും. പിന്നെ ദേവ വരുന്നത് ഒരു 250 to 300 മാക്സിമം വരാറുണ്ട്. പിന്നെ വൈഫൈ വരുന്നത് 160 ദിറംസ് ആണ് മന്ത്ലി വരുന്നത്. സോ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, ഞാനും എൻ്റെ ഹസ്ബൻഡും പുറത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ഒരു 250 to 400 ദിറംസ് മാക്സിമം വരാറുണ്ട്. അപ്പം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മന്ത്ലി ഞങ്ങൾക്ക് വരുന്ന, അല്ലാണ്ട് EMIs കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. EMIയും കാര്യങ്ങളൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1400 ദിറംസ് ആണ് വരുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഇവിടെ ഞാൻ ഒന്നും മേടിച്ചില്ല, എക്സെപ്റ്റ് ഞങ്ങളുടെ റീക്ലൈനർ അല്ലാണ്ട് ഞാൻ വേറെ ഒരു സാധനവും ഞാൻ മേടിച്ചിട്ടില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മുന്നേ കരാമയിൽ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വേറെ ഒന്നും മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. സോ ബാക്കി അല്ലാണ്ട് നമുക്ക് EMIs ഉണ്ട്, നാട്ടിലുള്ള കുറച്ച് ചിട്ടി കാര്യങ്ങളുണ്ട്, പിന്നെ സേവിങ്സ് ഉണ്ട്, ഇതെല്ലാം എമർജൻസി ഫണ്ട് ഉണ്ട്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു മാസത്തെ സാലറി അങ്ങനെ മടങ്ങും. അതല്ലാണ്ട് തന്നെ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. നമ്മൾ പെൺപിള്ളേരാണ്. സോ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രേസ് ഉണ്ടാവും. ഞാൻ മിക്കതും ഓൺലൈനായിട്ടാണ് ആശ്രയിക്കുന്നത്. ബട്ട് ഓഫ്ലൈനായിട്ട് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു. പോയി തന്നെ, കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. സോ നമുക്ക് ഓൺലൈൻ, ഡെഫിനറ്റ്ലി നമ്മൾ ഓൺലൈൻ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവർ ആക്കും. ബട്ട് അങ്ങനെയല്ല, ഓഫ്ലൈൻ പർച്ചേസ്, നമ്മൾ കടയിൽ പോയി കയറി ഇറങ്ങി ഒരു 10 കടയിൽ പോയി കയറി ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്നതിൽ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഓൺലൈനിൽ കിട്ടണമെന്നില്ല. സോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഷോപ്പ് ചെയ്യും. അതിനൊക്കെ ആയിട്ട് ഒരു മാസം ഒരു 300 to 400 ദിറംസ് ആകും. ചിലപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഓക്കെയാണ്. ബട്ട് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. ലൈക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ചില സമയങ്ങളിൽ ഞാൻ ഒട്ടും ഷോപ്പ് ചെയ്യാത്തൊരു ഇതുണ്ട്. ചില സമയങ്ങളിൽ ഓവറായിട്ട് ഷോപ്പ് ചെയ്യും. ലൈക്ക് 300 to 400 ദിറംസ് ഒക്കെ ഞാൻ മേടിക്കും. ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് പുറത്തു പോയി ചുമ്മാ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കും, ചുമ്മാ പോയി സാധനം മേടിക്കും. എൻ്റെ ഒരു മനസ്സിന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ് കുറയ്ക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ എന്തിനാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ചൊക്കെ ചെലവാക്കണ്ടേ? അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ളതാണ്. മാസത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്താ പറയാ, ഒരു സലൂണിൽ പോയിട്ട് മുടി വെട്ടും, അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യും, അല്ലെങ്കിൽ ഹെയർ സ്പാ ചെയ്യും, അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻസ്, അല്ലെങ്കിൽ ഒരു പെഡിക്യൂർ, മാനിക്യൂർ, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് പൈസ ഞാൻ മാറ്റി വെക്കും. സോ ഇതൊക്കെ ചെയ്യേണ്ടതാണ്, എല്ലാ പെൺകുട്ടികളും ചെയ്യേണ്ടതാണ്. എൻഡ് ലൈക്ക് നമ്മൾ കുറേ പൈസ ചെലവാക്കി കഴിയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷനിലുപരി ലൈക്ക് ഇത്രയും പൈസ ചെലവാക്കിയുള്ളൂ എന്നൊരു തോന്നലും ഉണ്ടാവും. ബട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഓക്കെ, കുറെ കുഴപ്പം കണ്ടുപിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ലൈക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണം. നമുക്ക് വേണ്ടിയിട്ട് ഒരു മാസം നമ്മളെ ഗ്രൂം ചെയ്യിക്കാനായിട്ട്, നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി, അല്ല എങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടോ മാറ്റി വെക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതെന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ ലൈക്ക് എനിക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. കൂടുതൽ ഉണ്ടാക്കണം, കൂടുതൽ ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനാണ്. സോ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ബേസിക് ആയിട്ട് വരാറുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഇത്ര രൂപ ചിലവാകും. 1400 ദിറംസ് ഗ്രോസറീസ്, ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, വീടിനേക്കുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു 300 to 400 ദിറംസ് എൻ്റെ അല്ലറ ചില്ലറ പർച്ചേസ്.
പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു 250 to 400 ദിറംസ് ഞങ്ങൾക്ക് ആകാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു EMIs അല്ല, ചിട്ടി അതല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ആകാറുള്ളൊരു 2400 ദിറംസ് മന്ത്ലി ആവാറുണ്ട്. എല്ലാവരും ചോദിക്കും, ഇത്രയും പൈസ എന്തിനാ ചെലവാക്കുന്ന, ഇത്രയും പൈസ എന്തിനാ ഇതാക്കുന്നത്, ഇത്രയും പൈസ എന്തിനാ കളയുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. ബട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്, എല്ലാവരുടെയും എക്സ്പെൻസസ് വ്യത്യാസമുണ്ട്. നമ്മൾ ആരെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എൻ്റെ ഒരു എനിക്ക് ഇത്ര മാത്രം ചെലവാക്കാൻ പറ്റും എന്നുള്ളൊരു ഇതില് എനിക്ക് ഓക്കെ, ഇത് എനിക്ക് ഓക്കെ ആണ് എന്നുള്ളത് ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. സോ എൻ്റെ ഒരു ബഡ്ജറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിലും കുറവായിട്ട് പോകുന്നവരുണ്ട്, ഇതിലും കുറവായിട്ട് ചെലവാക്കുന്നവരുണ്ട്. സോ ഞാൻ അവരിൽ നിന്നും ഒത്തിരി മോട്ടിവേറ്റഡ് ആവാറുണ്ട്. അവരിൽ നിന്ന് ഞാൻ ചോദിക്കാറുണ്ട്, എടാ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ചെലവ് ചുരുക്കി ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗ്രോസറീസ് മേടിക്കുമ്പോൾ ഒത്തിരി ഓവറായിട്ട് ഗ്രോസറി മേടിക്കും. ഒരു ദിവസം ഞാൻ ഒരു 3 കറിയെങ്കിലും ഉണ്ടാക്കും. ഒരു തോരൻ, രണ്ടാമതൊരു തോരൻ, ഒരു കറി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിലെ എൻ്റെ ഒരു ലഞ്ച് ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു 4-5 കറി കാണും. ഞാൻ അവിടെ നിന്നേ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് തന്നെ ചോദിക്കും, ലൈക്ക് വൈ യു ആർ മേക്കിംഗ് ദിസ് മച്ച് ഓഫ് കറീസ്. കുറെ കറീസ് ഞാൻ ഉണ്ടാക്കും. എന്നാൽ 2 തോരൻ അതിന് ഞാൻ ഉണ്ടാക്കി, ഒരു 2-3 കറി, അല്ലാണ്ട് പായസം അതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇതാണ് ഡെയിലി എനിക്കൊരു 5-6 കറിയൊക്കെ വേണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. അപ്പൊ ഞാൻ ഒത്തിരി സാധനം മേടിക്കും. അതിന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ഒരു കറി, ഒരു തോരൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതാണ് എനിക്ക് ഇത്രയും ഗ്രോസറിയിൽ ഒരു 700 to 1000 ദിറംസ് ആകുന്നത്. അല്ല എങ്കിൽ എല്ലാ ദിവസവും ചിക്കനും ഫിഷൊക്കെ കാണും, അല്ല എങ്കിൽ ഒരു 500 ദിറംസ് മാക്സിമം സാധാരണ മനുഷ്യർക്ക് വരാറുള്ളൂ. സോ ഞാൻ ഇങ്ങനെ ഫുഡിൽ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വരുന്നത്. അല്ല എങ്കിൽ എനിക്ക് വളരെ ചുരുക്കി പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പ്ലീസ് ഗിവ് മീ സം സജഷൻസ്. എങ്ങനെയാണ് നിങ്ങൾ ചെലവാക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെ എക്സ്പെൻസസ് വ്യത്യാസമുണ്ട്, ഓരോരുത്തർ ചെലവാക്കുന്നത്. എന്നിട്ട് ആദ്യമൊക്കെ ഞാൻ ഒട്ടും ചെലവാക്കാത്ത ഒരാളായിരുന്നു. പിന്നെ ലൈഫ് നമുക്ക് ഒന്നേ ഉള്ളൂ. എന്തിനാ നമ്മൾ ഇങ്ങനെ പിശുക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം നമുക്ക് വേണ്ടിയിട്ടല്ലാണ്ട് വേറെ ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു പോയിന്റിലോട്ട് എത്തിയപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ തുറന്ന് സംസാരിക്കുന്നതാണ്. ലൈക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോലും ഇല്ല. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോലെ ലൈക്ക് റാൻഡം ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലർക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ചിലർക്ക് സജഷൻസ് തരാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈല് വ്യത്യാസം ഉണ്ട് എന്നുള്ളൊരു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരുടെയും എക്സ്പെൻസസ് വ്യത്യാസമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് എങ്ങനെയാണ് ചെലവാക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു മാസത്തെ ബഡ്ജറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്ലീസ് ഗിവ് മീ സം സജഷൻസ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒത്തിരി മോട്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ യൂട്യൂബ് ചാനലാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. സോ ബൈ.